മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോർട്ടിസോളിനെ കുറിച്ച് നമുക്ക് സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ ശരീരത്തിൽ ഒരു എമർജൻസി ഹോർമോണാണ് എന്ത് കോർട്ടിസോൾ. ഇതെന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തത്? ഡേഞ്ചർ, അപകടാവസ്ഥകൾ, എന്തെങ്കിലും ഇഞ്ചുറീസ് കൊടുങ്ങാണ്, നമുക്ക് നിലനിൽപ്പിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, സർവൈവൽ സിറ്റുവേഷൻസ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഒരു മോഡേൺ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലും ന്യൂസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ എമർജൻസി മോഡ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കി തരുന്നുള്ളതാണ്. ഡെഡ് ലൈൻസ് ഇല്ലേ, എത്ര പെട്ടെന്ന് തന്നെ സമയം കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്നുള്ള ഡെഡ് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവും, നമുക്കത് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കും. ട്രാഫിക്, ലോൺസ്, കടങ്ങൾ, പിന്നെ ഒരുപാട് ബന്ധങ്ങളുണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ, റിലേഷൻഷിപ്പ് കോൺഫ്ലിക്ട്സ്. നമ്മുടെ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാക്കിലൊരു കടവ് വരുന്നതോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഒരു പോസ്റ്റ് വരുന്നതോ, നിങ്ങൾക്കൊരു കട ഉണ്ട് എന്നുള്ള സ്ട്രെസ് ഉണ്ടാവുന്നതോ, നിങ്ങളെ കോൺഫ്ലിക്റ്റുകളുടെ സ്ട്രെസ്സുകളൊന്നും വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. ഇതിനെല്ലാം ഒരേ രീതിയിലാണ് പെരുമാറുക. അപ്പോൾ ഈ കോർട്ടിസോൾ കൂടുതലായി കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ തലച്ചോറ് ചുരുങ്ങിപ്പോകും, നമ്മളെ ഓർമ്മകൾ നശിച്ചു പോകും, നമ്മുടെ ശ്രദ്ധാശക്തി കുറഞ്ഞു പോകും, നമ്മുടെ പ്രതിരോധ ശക്തി കുറഞ്ഞു പോകും. അതിനേക്കാളുപരി നമ്മൾ പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് പോകും.